ഇന്ന് എണീക്കാൻ ഒരല്പം വൈകിയേ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ നമ്മൾ കുടിവെള്ളമോ അല്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ കുളി കഴിക്കേണ്ടതുകൊണ്ട് അല്പം വെള്ളം വെറും വയറ്റിൽ കുടിക്കും. അതിന് ശേഷമാണ് കുളി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഛർദ്ദിക്കാൻ വരുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ഏകദേശം ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് ഇതേപോലെ ഈ പനിക്കൂർക്കയുടെ ഇലയോ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് പൊടിച്ചിട്ടിട്ട് ഞാനിങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ന് രാവിലത്തേക്ക് നമ്മൾ ആക്കിയിരിക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ പലരും ചോദിക്കാറുണ്ട് എന്താ ഇഡ്ഡലി നല്ല പഞ്ഞി പോലെ അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അതിന് ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് അരയ്ക്കും കേട്ടോ. അപ്പം അരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് കുറച്ച് ഹാർഡാവും. നന്നായിട്ട് അരയ്ക്കും തോറും നമ്മൾ നല്ല ഇഡ്ഡലിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അതേസമയം ദോശയ്ക്ക് അത്ര അരയ്ക്കേണ്ട കേട്ടോ. ഒരു അപ്പം അങ്ങനെ വരുന്നത് ഭയങ്കര പഞ്ഞി പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ ചോറിന് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ റൈസ് കുക്കറിൽ വെക്കുന്ന കാരണം തന്നെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചോറായി കിട്ടും. പിന്നെ ഇഡ്ഡലിക്ക് കൂട്ടാൻ വേണ്ടി സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ. സാമ്പാറൊക്കെ പെട്ടെന്ന് രാവിലെ ആക്കണം. കാരണം എന്താ വെച്ചാൽ ചിക്കുവിന് ഇന്ന് സ്പോർട്സ് ആണേ. അപ്പം സ്പോർട്സ് ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് പോകേണ്ടതുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ സാധാരണ ഈ സാമ്പാറിന് തേങ്ങ അരച്ചിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ തേങ്ങ അരച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും നല്ലതായിട്ട് നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കണം. അപ്പം കുറച്ച് വേണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇതേപോലെ തിളയ്ക്കാൻ വേണ്ടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറായി കിട്ടും. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ മാവ് ഇതിൻ്റെ അകത്തോട്ട് കോരി ഒഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇഡലി. ഇനി നമുക്കത് കുത്തിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം സ്പോർട്സിന് വേണ്ടി സ്കൂളിലോട്ട് പോയി. അപ്പോഴത്തേനും ഏകദേശം ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെ എന്താ പറയുക അവരുടെ മാർച്ച് ഫാസ്റ്റാണ്. ഇത് ജില്ലാ സ്പോർട്സാണ് കേട്ടോ നടക്കുന്നത്. അത് കൽപ്പറ്റ വെച്ചിട്ടായിരുന്നു. അപ്പം ചിക്കു ഉണ്ടായിരുന്നു. അപ്പം ചിക്കു ഇപ്പം ഇതിനകത്ത് ഈ മൂന്നാമത്തെ എന്താ പറയുക ഗ്രീൻ ടീഷർട്ട് ഇട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്നും കുറേ പിള്ളേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അവൻ്റെ 2-3 ഐറ്റം ഉണ്ടായിരുന്നു. പ്രൈസൊന്നും ഇതുവരെയായിട്ടും അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല, സെലക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏകദേശം വൈകുന്നേരമായി അവൻ്റെ ഐറ്റം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ സന്തോഷം പങ്കുവെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.